അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അവിടുത്തെ ട്രാഫിക് ജാമായിരുന്നു. ആ ട്രാഫിക് ജാം പരിഹരിക്കാൻ വേണ്ടി ബോർഡും അതുപോലെ തന്നെ MLA എല്ലാം കൂടി ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ ഒരു പദ്ധതി നമ്മൾ ആരംഭിച്ചത്. നമ്മുടെ ബൈപ്പാസ് വേറെ വരുന്നുണ്ട്. കിഫ്ബി നമുക്കൊരു 18 കോടി രൂപയോളം പിന്നെ സംഖ്യ അനുവദിച്ച് തന്നിട്ടുണ്ട്. അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് പൂർത്തീകരിക്കണമെങ്കിൽ ഇനിയൊരു 1-2 വർഷം ചിലപ്പോൾ ഉണ്ട്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് പെട്ടെന്ന് തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റോഡ് ഞങ്ങള് പിന്നെ നല്ല രീതിയിൽ BMPC ചെയ്യാൻ ഉദ്ദേശിച്ചത്. പഞ്ചായത്ത് 1 കോടി രൂപ, MLA ഫണ്ടിൽ 65 ലക്ഷം രൂപ കൂടി മുടക്കിക്കൊണ്ടാണ് ഈ പദ്ധതിയോടെ പൂർത്തീകരിക്കുന്നത്. ഒരു സംശയമില്ല, അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ നമ്മളിപ്പം ഉണ്ടാകുന്ന അങ്ങാടിപ്പുറം ടൗണിൽ നമുക്കുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം നമുക്ക് ഇതോടുകൂടി പരിഹരിക്കാൻ പറ്റുന്നതാണ് ഞങ്ങളൊക്കെ വിചാരിക്കുന്നത്. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും വലിയൊരു സ്വപ്ന പദ്ധതി എന്ന് വേണമെങ്കിൽ പറയാം ഓരോടം പാലം വലിയ വീട്ടിൽപ്പടി റോഡ്. ആ റോഡ് പഞ്ചായത്തിന്റെ 1 കോടി രൂപയും മഞ്ഞളാംകുഴിയിലെ MLA അനുവദിച്ച 65 ലക്ഷം രൂപയും ഉൾപ്പെടെ 1,65 ലക്ഷം രൂപ മുടക്കി ഏറ്റവും മനോഹരമായ രീതിയിൽ റബ്ബറൈസർ ചെയ്ത് നാടിന് സമർപ്പിച്ചിരിക്കുകയാണ്. ഒരു ഉത്സവാന്തരീക്ഷത്തിലാണ് ഈ റോഡിന്റെ ഉദ്ഘാടനം നടന്നത്. ഏകദേശം നമ്മുടെ ഈ ജനപ്രതിനിധികൾ മാത്രമല്ല, അതായത് മഞ്ഞളാംകുഴി MLA ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിലേക്ക് ജനപ്രതിനിധികൾ മാത്രമല്ല നാടൊന്നാകെ ഒഴുകിയെത്തുകയായിരുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സൈദ ടീച്ചറുണ്ട്, വൈസ് പ്രസിഡന്റ് ഷബീർ കർമുക്കിലുണ്ട്, അതുകൂടാതെ മറ്റുള്ളവര്, അതായത് ഈ വാർഡിലെ മെമ്പറായ ബഷീർ തൂമ്പലക്കാടൻ തുടങ്ങി എല്ലാവരും ഈ നാട്ടിലെ ഇതര രാഷ്ട്രീയ പാർട്ടിയിലെ പ്രതിപക്ഷ നേതാവ് KT നാരായണ മാഷ്, അതുകൂടാണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ വിൻസി ജൂഡിത്ത്, അതുകൂടാതെ അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ തുടങ്ങി എല്ലാ ജനപ്രതിനിധികളും ഈ ഉദ്ഘാടന ചടങ്ങിനെ ഗംഭീരമാക്കാൻ, പ്രൗഢമാക്കാൻ എത്തിയിട്ടുണ്ട്. ഈ നാട്ടുകാരുടെ ഏറ്റവും വലിയ സ്വപ്നമാണത്. അങ്ങാടിപ്പുറം തളി ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിനെ ഒരു പരിധിവരെ എന്നല്ല പറയേണ്ടത്, ഒരു 50% കൂടുതൽ ഒരുപക്ഷെ തളി ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു റോഡാണിത്. കാലങ്ങളായി ഈ റോഡ് തകർന്ന നിലയിലായിരുന്നു. മാത്രമല്ല പണ്ട് കാലങ്ങളിൽ ചെമ്മൺപാത പോലെയായിരുന്നു. പിന്നീട് റോഡിന്റെ വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ആണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. ആ സംഭവങ്ങൾക്ക് പല ആളുകളും സ്ഥലം വിട്ടു നൽകി എന്നുള്ളത് വലിയൊരു മാതൃകയാണ്. റോഡിന് വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥലം വിട്ടു നൽകി. അതൊക്കെ ഈ നാട്ടുകാരുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു ഈ റോഡ് എന്നതുകൊണ്ടാണ്. ഏതായാലും ഈ റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചു. റോഡ് ആദ്യം ഇവിടെ കരിങ്കല്ല് പാകി, മെറ്റല് പാകി റോഡ് ഉറപ്പിക്കുന്നതായിരുന്നു. 2 മാസം അടച്ചിട്ടു. അതിനുശേഷം റബ്ബറൈസ്ഡ് ചെയ്തിരിക്കുന്നു. റബ്ബറൈസ്ഡ് ചെയ്ത് ഏറ്റവും മികച്ച ഒരു ബൈപ്പാസ് എന്ന് വേണമെങ്കിൽ പറയാം. കോട്ടയ്ക്കൽ ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് കോഴിക്കോട് ഭാഗത്തേക്കോ അല്ലെങ്കിൽ മഞ്ചേരി ഭാഗത്തേക്ക് മെഡിക്കൽ കോളേജിലേക്കൊക്കെ പോകുന്നതിന് ഒരു ബൈപ്പാസ് റോഡായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. വലിയ വീട്ടിൽപ്പടിയിൽ നിന്നും തുടങ്ങിയാൽ ഒരടം പാലത്ത് അവസാനിക്കുന്ന റോഡാണ്. ഈ റോഡ് ശരിക്കും ഈ മേഖലയിലെ ആളുകളുടെ കാലങ്ങളായുള്ള ഒരു ആവശ്യം കൂടിയായിരുന്നു. അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അവിടുത്തെ ട്രാഫിക് ജാമായിരുന്നു. ആ ട്രാഫിക് ജാം പരിഹരിക്കാൻ വേണ്ടി ബോർഡും അതുപോലെ തന്നെ MLA എല്ലാം കൂടി ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ ഒരു പദ്ധതി നമ്മൾ ആരംഭിച്ചത്. നമ്മുടെ ബൈപ്പാസ് വേറെ വരുന്നുണ്ട്. കിഫ്ബി നമുക്കൊരു 18 കോടി രൂപയോളം പിന്നെ സംഖ്യ അനുവദിച്ച് തന്നിട്ടുണ്ട്. അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് പൂർത്തീകരിക്കണമെങ്കിൽ ഇനിയൊരു 1-2 വർഷം ചിലപ്പോൾ ഉണ്ട്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് പെട്ടെന്ന് തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റോഡ് ഞങ്ങള് പിന്നെ നല്ല രീതിയിൽ BMPC ചെയ്യാൻ ഉദ്ദേശിച്ചത്. പഞ്ചായത്ത് 1 കോടി രൂപ, MLA ഫണ്ടിൽ 65 ലക്ഷം രൂപ കൂടി മുടക്കിക്കൊണ്ടാണ് ഈ പദ്ധതിയോടെ പൂർത്തീകരിക്കുന്നത്. ഒരു സംശയമില്ല, അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ നമ്മളിപ്പം ഉണ്ടാകുന്ന അങ്ങാടിപ്പുറം ടൗണിൽ നമുക്കുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം നമുക്ക് ഇതോടുകൂടി പരിഹരിക്കാൻ പറ്റുന്നതാണ് ഞങ്ങളൊക്കെ വിചാരിക്കുന്നത്. പഞ്ചായത്ത് ഭരണസമിതി ഈ 5 വർഷത്തെ അവരുടെ ഭരണ നേട്ടങ്ങളിൽ എടുത്തു പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു ഈ റോഡിന്റെ നവീകരണം എന്നത്. അതായത് പല പദ്ധതികളും വളരെ പ്രധാനമായിട്ട് തന്നെ അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഭരണസമിതി നടപ്പാക്കിയപ്പോൾ ഈ റോഡ് പ്രധാനമായിട്ട് ബഡ്ജറ്റില് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഉൾപ്പെടെ ഇക്കാര്യങ്ങളിലെ ചർച്ചകളിലെല്ലാം വന്നതാണ്. അങ്ങനെ 1 കോടി രൂപ വകയിരുത്തി അതിനുശേഷം ബാക്കി തുക കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. ഇങ്ങനെയാണ് മഞ്ഞളാംകുഴി MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 65 ലക്ഷം രൂപ അനുവദിച്ചത്. അങ്ങനെയാണ് ഈ റോഡ്
കാലമായി, ഏകദേശം കുറച്ചു കാലം മാത്രം അടച്ചിട്ട് ഏറ്റവും മികച്ച രീതിയിൽ റെഫറൈസ് ചെയ്താണ് റോഡ് നാടിന് സമർപ്പിച്ചിട്ടുള്ളത്. നാടിന്റെ ഒരു ഉത്സവമാണ്, അതായത് ഏറ്റവും ഒരു ആഘോഷം എന്ന് തന്നെ പറയാം. നാട്ടുകാര് ഇതൊരു ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ്. നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് കാണാം, ഒരു നാടിന് ഒരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കുമ്പോൾ അത് എങ്ങനെയാണ് ആഘോഷമാക്കേണ്ടതെന്ന് നാട്ടുകാർ നമുക്ക് കാണിച്ചു തരികയാണ്. കൊച്ചു കുട്ടികൾ, അതുപോലെ തന്നെ മുതിർന്നവർ, എല്ലാവരും ഒരുപോലെയാണ് ഈ ആഘോഷത്തിൽ പങ്കാളിയാകുന്നത്. ഏതായാലും വികസന പ്രവർത്തനങ്ങളിൽ എപ്പോഴും ജനങ്ങളെ ചേർത്ത് നിർത്തിയിട്ടില്ല എന്ന് അവർ തന്നെ പറയുന്ന, ഒരുപക്ഷെ നാട്ടുകാർ പറയുന്ന പഞ്ചായത്ത് ഭരണസമിതിക്ക് ഒരു പൊൻതൂവലാണ് ജനങ്ങളെ നേരിടാൻ ഈ റോഡിന്റെ നിർമ്മാണവും നാടിന് സമർപ്പിക്കലും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്യാമറമാൻ വിജയൻ സാദിഖിനൊപ്പം ജബ്ബാർ വേണ, ചാനൽ പെരിന്തൽമണ്ണ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.